നിങ്ങൾ വാട്സാപ്പിലെ ബീറ്റ വെർഷൻ ഉപയോഗിക്കുന്ന ആളാണോ എങ്കിൽ ഞങ്ങൾ ഈ കാണിക്കുന്ന പുതിയ ഫീച്ചർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. പല വീഡിയോസിലും ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ എല്ലാ വാട്സാപ്പും ബീറ്റ വെർഷൻ അല്ല. എന്നാൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പും നിങ്ങൾക്ക് ബീറ്റ വെർഷനാക്കി മാറ്റാൻ സാധിക്കും. ആദ്യം നിങ്ങൾ അറിയേണ്ടത് എന്താണ് ബീറ്റ വെർഷൻ, എന്തൊക്കെയാണ് ബീറ്റ വെർഷൻ ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ, എന്തൊക്കെയാണ് അത് ഉപയോഗിച്ചാലുള്ള ദോഷങ്ങൾ, ഇതൊക്കെ നമുക്ക് ആദ്യം മനസ്സിലാക്കണ്ടേ. അതായത് ബീറ്റ വെർഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു വാട്സപ്പിൽ പുതിയ ഫീച്ചർ വരുമ്പോൾ അത് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റ വെർഷനിലാണ് ആദ്യം അവതരിപ്പിക്കുക. എന്നിട്ടാണ് മറ്റുള്ള വാട്സപ്പിലേക്ക് ഇത് വരിക. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു പുതിയ ഫീച്ചർ വരുമ്പോൾ ബീറ്റ വെർഷനാണ് നിങ്ങളുടെ മൊബൈലിലുള്ള വാട്സപ്പ് എങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ലഭിച്ചിരിക്കും. പിന്നെ അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പുതിയ ഫീച്ചർ അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ വാട്സാപ്പിനെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിൽ നിങ്ങളുടെ വാട്സാപ്പ് മാത്രമല്ല ഗൂഗിൾ ക്രോം, ഗൂഗിൾ, ഫേസ്ബുക്ക് ഇതൊക്കെ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ബീറ്റ വെർഷനാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിനായിട്ട് ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാണ്. വാട്സാപ്പ് ടൈപ്പ് ചെയ്തു, ഇവിടെ വാട്സാപ്പ് കിട്ടി. ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്രാക്കറ്റിൽ ബീറ്റ എന്ന്, അതായത് എൻ്റെ വാട്സാപ്പ് ബീറ്റ വെർഷനാണ്. ഇനി ഞാനിപ്പോൾ ഇതിൽ നിന്നും മാറി ഇവിടെ സെർച്ച് ബാറിൽ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇതാ ഗൂഗിൾ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെയും കാണുന്നു ബ്രാക്കറ്റിൽ ബീറ്റ, അതും എൻ്റെ ബീറ്റ വെർഷനാണ്. ഓക്കെ, അങ്ങനെ എന്തും നമുക്ക് ബീറ്റ വെർഷനിലേക്ക് മാറ്റാൻ സാധിക്കും. ഇതെങ്ങനെയെന്നല്ലേ നമുക്കത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ബാക്ക് വന്നിട്ട് വാട്സാപ്പ് തന്നെ ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, വാട്സാപ്പ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തു, ഇവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. ബീറ്റ വെർഷനാണ് വാട്സാപ്പ്. കുറച്ച് താഴേക്ക് വരാം. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ആർ എ ബീറ്റ ടെസ്റ്റർ എന്ന്. ഇവിടെ ലീവ് എന്ന ഭാഗമുണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്കൊന്ന് പുറത്ത് പോകാം. ഇപ്പോൾ ലീവ് ഞാൻ കൊടുത്തു, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കണ്ടോ, ആ വാട്സാപ്പിൽ നിന്നും പുറത്ത് പോയി, അതായത് ബീറ്റ വെർഷനിൽ നിന്ന് പുറത്ത് പോയി. പക്ഷേ ഇവിടെ ബീറ്റ എന്നാണ് കാണുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിൽ നിന്നൊക്കെ പുറത്ത് പോയിട്ട് ഒന്നും കൂടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വാട്സാപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തു, വാട്സാപ്പ് ഒന്ന് ടൈപ്പ് ചെയ്തു, ഇവിടെ വാട്സാപ്പ് സെലക്ട് ചെയ്തു, വാട്സാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ബീറ്റ വെർഷൻ ഇല്ല, എൻ്റെ വാട്സാപ്പ് നോർമൽ വെർഷനായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കണ്ടോ നിങ്ങൾ ബീറ്റ പ്രോഗ്രാം ഈസ് ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ജോയിൻ ചെയ്യും? അതിനായിട്ട് നമുക്കൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. ജസ്റ്റ് അതിൽ നിന്നൊക്കെ ബാക്ക് വന്നിട്ട് ഇവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ വാട്സാപ്പ് ബീറ്റ വെർഷൻ എന്ന് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ സെർച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ ഗൂഗിൾ പ്ലേയുടെ ആ ഒരു സൈറ്റിൽ തന്നെ play.google.com എന്ന ഭാഗത്ത് വാട്സാപ്പ് ബീറ്റ പ്രോഗ്രാം ഇൻ ഗൂഗിൾ പ്ലേ എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ബിക്കം എ ടെസ്റ്റർ എന്ന ഒരു ബ്ലൂ കളർ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതാ കണ്ടോ ഇവിടെ വെൽക്കം ടു ദ ടെസ്റ്റിംഗ് പ്രോഗ്രാം, നിങ്ങൾ ബീറ്റ വെർഷൻ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് പുറത്തു പോകാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നമ്മളിപ്പോൾ വീണ്ടും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വാട്സാപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ ആയിട്ടുണ്ടാവില്ല കേട്ടോ. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത്. വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതാ ഇവിടെ വാട്സാപ്പ് ബീറ്റ ആയിട്ടില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ജോയിനിങ് ബീറ്റ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ലീവ് എന്ന ഭാഗമാണ് വന്നിട്ടുള്ളത്. നേരത്തെ ഇവിടെ പ്രോഗ്രാം ഫുൾ എന്നാണല്ലോ കാണിച്ചത്. അപ്പോൾ ബീറ്റ ആയിട്ടുണ്ട്, പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് അതിനായിട്ട് ഇതിൽ നിന്നൊക്കെ പുറത്ത് പോകാം, ഇതൊക്കെ ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു മെയിൽ ഐ ഡി ഉപയോഗിക്കുന്നെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു മെയിൽ ഐ ഡിയിലേക്ക് മാറിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നിങ്ങളുടെ പഴയ മെയിൽ ഐ ഡിയിലേക്ക് തന്നെ നിങ്ങൾ മാറുക. അതായത് ഇതുപോലെ ഞാൻ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സെർച്ച് ബാറിൽ വാട്സാപ്പ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി സെർച്ച് ചെയ്ത് നോക്കാം. ഇതാ ഇപ്പോൾ വാട്സാപ്പ് സെലക്ട് ചെയ്ത് കണ്ടോ ബീറ്റയിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വാട്സാപ്പ് വളരെ ഈസി ആയിട്ട് ബീറ്റ വെർഷനിലേക്ക് മാറ്റാൻ സാധിക്കും. വാട്സാപ്പ് മാത്രമല്ല ഗൂഗിൾ ക്രോം, ഫേസ്ബുക്ക് എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ബീറ്റയിലേക്ക് മാറ്റാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു പോകാനുള്ള ഓപ്ഷനാണ് ഇവിടെ ലീവ് എന്ന ഭാഗം ഉള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വാട്സാപ്പ് നിങ്ങൾക്ക് ബീറ്റയിലേക്ക് മാറ്റാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തീർച്ചയായിട്ടും നിങ്ങൾ മറക്കരുത്. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.